ഇപ്പം സ്റ്റോക്കിന് വില കുറഞ്ഞു, അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കാവോ? എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലുകളും അതേപോലെ തന്നെ എല്ലാ ഫേസ്ബുക്കും എല്ലാം പറയുന്നത് നല്ല വാല്യുവേഷനിൽ സ്റ്റോക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെന്നാണ്. ഈ വാല്യുവേഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാല്യുവേഷൻ റേഷ്യോസാണ് നമ്മൾ നോക്കുന്നത്. വാല്യുവേഷൻ റേഷ്യോസിന് ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ട്. അതെന്താണെന്നാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മെയിൻ വാല്യുവേഷൻ റേഷ്യോസ് എന്താണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ആദ്യം പറയുന്നത് PE ആണ്, അതായത് മാർക്കറ്റ് പ്രൈസ് പെർ ഏണിംഗ് പെർ ഷെയർ, അതായത് പ്രൈസ് പെർ ഏണിങ്സ്. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ഫയറിംഗ് ഫോഴ്സ് എന്ന് പറയും. ആ ഏണിങ്സിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഡിനോമിനേറ്ററിലാണ് ഏണിങ്സ് വരുന്നത് കൊണ്ട് ചെറിയ വാല്യൂ ആണ് നല്ലത്. അതുകൊണ്ട് 20 ആണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് എല്ലാവരും പറയാറ്. 20 താഴെ വരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ വാങ്ങാവുള്ളൂ എന്ന് പറയും PE വാല്യൂ. പക്ഷെ അത് ഫുൾ പ്രൂഫാണോ? തീർച്ചയായിട്ടും അല്ല. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ PE റേഷ്യോ നമുക്ക് എടുക്കാം. ഈ PE റേഷ്യോയുടെ തൊട്ടടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് പെഗ് റേഷ്യോ ആണ്, അതായത് PEG, അതായത് PE റേഷ്യോ ഡിവൈഡഡ് ബൈ ഗ്രോത്ത് ആണ് പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ പെഗ് റേഷ്യോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രോത്ത് ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് നമ്മൾ എന്തുമാത്രം പൈസയാണ് നമ്മൾ ഒരു യൂണിറ്റ് ഗ്രോത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത PE വിലയാണ് PE. അതുപോലെ തന്നെ ഇന്നത്തെ ഗ്രോത്ത് ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കിട്ടുന്നതാണ് പെഗ് റേഷ്യോ. ഇതുകൊണ്ട് നമുക്ക് പല സ്റ്റോക്കുകളെയും നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഇതാണ് ബെറ്റർ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സഹായിക്കും. ഇതാണ് ഈ PE ആൻഡ് പെഗ് റേഷ്യോ. ഇതായിരിക്കണം സ്റ്റാർട്ടിങ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പ്രൈസ് ബൈ ബുക്ക് വാല്യൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുക്ക് വാല്യൂ, അതായത് അതിൻ്റെ നെറ്റ് വർത്ത്, കമ്പനിയുടെ നെറ്റ് വർത്ത്, അത് എന്തുമാത്രം ആണ് എന്നുള്ളതാണ് ഈ റേഷ്യോ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ നെറ്റ് അസറ്റ്, അതായത് അസറ്റ് മൈനസ് ലയബിലിറ്റി, അതാണ് ആ ഒരു നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. നെറ്റായിട്ടുള്ള ഒരു അസറ്റ്, അതിന് നമ്മൾ എന്തുമാത്രം പ്രൈസ് കൊടുത്താണ് വാങ്ങുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതും ഒരു <1 ആണ് നല്ലത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് അസറ്റ് എന്ന് പറയുമ്പം ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ അതിൻ്റെ ലോൺസും അതെല്ലാമാണ് അവരുടെ അസറ്റ്. കാരണം ലോൺ കൊടുത്തിട്ടാണ് അവർ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവരുടെ ഫാക്ടറിയുടെ കോസ്റ്റ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്ട്രക്ചർ, അതേപോലെ തന്നെ ആ ഒരു കോമ്പൗണ്ട്, അതെല്ലാം അവിടെ വരും ഇതിനകത്ത്, അസറ്റിനകത്ത്. പക്ഷേ ഇതിനകത്ത് ടെക് കമ്പനീസ് നമ്മളിതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ട്. കാരണം അവരുടെ ടാഗ് വാല്യൂ, അവരുടെ ടെക്നോളജി, ഇതെല്ലാം ഒരു അസറ്റായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ മനസ്സിലാക്കിയിട്ട് വേണം P/B റേഷ്യോ നമ്മൾ ഈ വാല്യുവേഷൻ റേഷ്യോസിൽ കണക്കൂട്ടാൻ. പക്ഷേ ജനറലി <1 നല്ലതാണ് എന്ന് പറയും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് EV/EBITDA, അതായത് EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർപ്രൈസ് വാല്യൂ. EV/EBITDA എന്ന് പറഞ്ഞാൽ ആ കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്താൽ എന്തുമാത്രം നല്ലതായിരിക്കും എന്നാണ് ഈ EV/EBITDA ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഗുണമുണ്ടോ? നമ്മളേതായാലും കമ്പനിയൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല, ഷെയറെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഗുണമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PE റേഷ്യോ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഈ PE റേഷ്യോയിൽ ഡെപ്റ്റ്
ഡെപ്റ്റ് വെച്ചിട്ട് പല കമ്പനിയിലും കണക്ക് കൊണ്ടുള്ള ഒരു കളിയുണ്ടാവും. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ EV/EBITDA എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡെപ്റ്റ് വരും. ഈ EV എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പ് പ്ലസ് ഡെപ്റ്റ് മൈനസ് ക്യാഷ് ആണ്. അതായത് ആക്ച്വൽ പ്രൈസ് ടു പർച്ചേസ്, അതാണ് അവിടെ വരുന്നത്. EBITDA എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ മൈനസ് ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഒന്ന് തന്നെയാണ്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻടാജിബിൾ അസറ്റിൻ്റെ, അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഡിപ്രീസിയേഷൻ, അതാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് എടുത്തു കഴിയുമ്പോഴാണ് അതിനകത്ത് ഡെപ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വാല്യുവേഷൻ റേഷ്യോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഒളിപ്പിച്ച് വെച്ചാലും ഇവിടെ നമുക്കത് പുറത്ത് വരും. ഇത് ജനറലി ലെസ് ദാൻ 8 ആണ്. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 8 ആണെന്ന് വിചാരിക്കുക, 8 വർഷം എടുക്കും നമ്മുടെ ആ വിലയ്ക്ക്, നമ്മൾ ആ വാങ്ങുന്ന വിലയ്ക്ക് ആ കമ്പനി ബ്രേക്ക് ഈവൻ ആവാൻ, അതായത് ലാഭത്തിലാവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 8 എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറിൽ അത് കുഴപ്പമില്ലാത്തൊരു വാല്യൂ ആണ്. അതുകൊണ്ട് അത് എന്തുമാത്രം ലാഭത്തിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ഫിസിക്കലി ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഇത് തന്നെയല്ല ഈ EV/EBITDA വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് US-ൻ്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു IT കമ്പനിയും US-ലെ ഒരു IT കമ്പനിയും തമ്മിൽ കമ്പയർ ചെയ്യാനും, അതുപോലെ ഇൻഡസ്ട്രീസിനകത്തെ കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കും. പക്ഷെ മനസ്സിലാക്കണം, EV/EBITDA എന്നുള്ളത് ഓരോ ഇൻഡസ്ട്രിക്കും വേറെ വേറെയാണ്. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ എന്നുള്ള രീതിയിലാണ് ഞാൻ 8 പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രൈസ് പെർ സെയിൽസ്. പ്രൈസ് പെർ സെയിൽസ് എന്ന് പറയുന്നത് ശരിക്കും റവന്യൂവിൻ്റെ സ്റ്റാൻഡേർഡൈസേഷനാണ്. അതായത് സെയിൽസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നാണല്ലോ ലാഭം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അവിടെ നമ്മൾ അതിൻ്റെ മൂവിങ് ക്യാഷ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് സെഗ്മെൻ്റ് എന്ന് മാത്രം നല്ലതാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അവിടെ കിട്ടും. അത് തന്നെയല്ല, സെയിൽസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇതും ഒരു PE നമ്മൾ നോക്കുമ്പോൾ ഇതും കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാനിപ്പുലേഷൻ ഇല്ലാത്തൊരു വാല്യൂ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ജനറലി ഒരു അപ്രോക്സിമേറ്റ് ഫിഗറായിട്ട് ലെസ് ദാൻ 2 ആണ് നമുക്കിതിനെ എടുക്കാവുന്നത്. പക്ഷേ ഇത് പ്രോഫിറ്റിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയില്ലെങ്കിലും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. അത് നമ്മൾ നോക്കേണ്ടത് സിമ്പിൾ മൂവിങ് ആവറേജ്, അതായത് ഇപ്പോൾ അതിന് താഴ്ന്നു കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ SMA സിമ്പിൾ മൂവിങ് ആവറേജിലേക്ക് നമ്മൾ നോക്കിയാൽ കിട്ടുക. ഈ സിമ്പിൾ മൂവിങ് ആവറേജിൽ നിന്ന് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാവോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, പാസ്റ്റ് ഒരിക്കലും ഫ്യൂച്ചർ അല്ല. പാസ്റ്റിൻ്റെ ഇൻഡിക്കേഷൻ 500 രൂപയുടെ സ്റ്റോക്ക് 200 രൂപയായി, ഇനി അത് 500 ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് ആവണമെങ്കിൽ അതിൻ്റേതായ സാഹചര്യങ്ങൾ രൂപപ്പെടണം. അതുകൊണ്ട് വില കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോയി ഒരു ഷെയർ വാങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമ്മൾ ജനറലി കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് എടുക്കാൻ, വില കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ റേഷ്യോ ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോവുകയാണ് നല്ലത്. ഇതിൻ്റെ ഒക്കെ ഉള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു സ്റ്റോക്കിനെ പഠിക്കാതെ കയറരുത്, അത് വാങ്ങാൻ തുടങ്ങരുത് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു മീഡിയം ടു ലോങ് ടേം ബേസിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഷോർട്ട് ടേമിൽ ഇതൊക്കെ വലിയ ഒരു പ്രോഫിറ്റ് കിട്ടാൻ നമ്മളെ സഹായിക്കാൻ സാധ്യതയില്ല. ഇൻട്രാഡേ ഒക്കെ ആണെങ്കിൽ ഇതൊന്നുമേ അല്ല ഇതിൻ്റെ കാര്യങ്ങൾ. അത് തന്നെയല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് ആയിട്ട് വേണം ഇടാൻ. അത് കഴിയുമ്പോൾ ഈ റേഷ്യോസും വാല്യുവേഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണോ കുറയ്ക്കണോ
അതോ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ജനറൽ വാല്യുവേഷനിലേക്ക് പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറെ കൊണ്ട് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാവുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് റിസ്കി ടൈമാണ്. ഇത് എന്ന് കയറും എന്ന് പ്രവചനങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല. ശരി, താങ്ക് യു.